ഈ അറിയാത്ത സാധനത്തിൽ പണിത് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് കേട്ടിട്ടില്ലേ? അതാണിത്. ഇതെന്താ സാധനമെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. വീടിൻ്റെയൊക്കെ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ്. കുറേ കാലമായിരിക്കുന്നു. ഞാൻ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്കിത് കാണുമ്പോൾ എന്താ ഉപയോഗിക്കാൻ പറ്റുക? ടെക്സ്ചർ ആർട്ട് തന്നെ. അതുകൊണ്ട് ഇന്ന് ടിഷ്യൂ ഒക്കെ മാറ്റി വെച്ച് ഇതുകൊണ്ടൊരു ടെക്സ്ചർ ആർട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കുഴച്ച് വെള്ളം കൂടും കുറയും, വെള്ളം കൂടും കുറയും, വീണ്ടും കുഴച്ച് ഒരുവിധം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതേപോലെ ഒരു ഫോം ബോർഡ് എടുക്കുക. ഫോം ബോർഡ് ഇല്ലാത്തവർ ബേസ് ബോർഡ് എടുത്താലും മതി. ഇനി കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ അബദ്ധം ഇത്തവണ പറ്റരുതല്ലോ. അതുകൊണ്ട് ഇതേപോലെ ഒരു ടൂള് സ്വന്തമായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നല്ലൊരു ഡ്രോയിങ് വരച്ചെടുക്കാം. എന്താണ് അവിടെ ഇവിടെയും തെളിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാനൊരു ഡ്രോയിങ് വരച്ച് ആദ്യം ഒന്ന് കുളവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ബട്ടർഫ്ലൈയുടെ തീമായിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തുടച്ചു കളഞ്ഞിട്ട് ഞാൻ അടുത്ത ഒരെണ്ണം വീണ്ടും വരച്ചെടുത്തു. ഇനി ഇത് ഫുള്ള് നമുക്ക് ഈ കലക്കി വെച്ച സാധനം വെച്ച് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ചിലരൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ എനിക്കിത് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. എങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും? ഈ ആർട്ടുമായിട്ടും ഒന്നും ഒരു ബന്ധമില്ലാതെ ഏഴയിലത്തൂടെ പോകാത്ത സാധനം കൊണ്ടല്ലേ നമ്മളതൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ ഹൈലൈറ്റ് ഇതൊന്നുമല്ല. എല്ലായിടവും ഫില്ല് ചെയ്ത് കലക്കിയെടുത്ത് ഒഴിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഉണങ്ങോ ഇല്ലയോ, ഇത് വെയിലത്ത് വെച്ചാണോ ഉണക്കേണ്ടത്, കാറ്റത്ത് വെച്ചാണോ ഉണക്കേണ്ടത്, ഒന്നും എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഉണങ്ങിയാൽ പെയിന്റ് അടിച്ചെടുക്കാം എന്ന് വിചാരിച്ച് ഞാനതങ്ങ് ചെയ്ത് തീർത്തു. എന്തായാലും വെയിലത്ത് കൊണ്ടുപോയി വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം എന്താണെന്നും ഇതിൻ്റെ ഉപയോഗം എന്താണെന്നും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. കാരണം എനിക്കറിയാത്തതുകൊണ്ടാണേ. എന്തായാലും നമ്മളിതുകൊണ്ട് ചെയ്ത ഉപയോഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും മറക്കല്ലേ. ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് എനിക്ക് ഇത്ര ഇതിൽ അലങ്കോലപ്പെടുത്താൻ സാധിച്ചുള്ളൂ. എന്തായാലും നെക്സ്റ്റ് ടൈം ഞാൻ വേറൊരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട്. സാധനം നമ്മുടെ കയ്യിൽ ഇനി സ്റ്റോക്ക് ഉണ്ടല്ലോ. എന്തായാലും സ്റ്റേ ട്യൂൺ. ഈ ഒരു സാധനം ട്രൈ ചെയ്യാൻ ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണമെന്ന് എനിക്ക് ഉറപ്പില്ല. ബായ്.